ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം പറയുകയാണ്. നമ്മളിൽ പലരും പ്രണയം എന്ന മലയാളം സിനിമ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ സിനിമയിൽ നിന്നുള്ള ഒരു ഡയലോഗാണ് ആദ്യം പറയുന്നത്. അതായത്, സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതം, ജീവിക്കാൻ അറിയുമെങ്കിൽ. അത് ഒരു കൊട്ടേഷനിലിടേണ്ട കാര്യമാണ്. ജീവിക്കാൻ അറിയുന്നവർക്കാണ് സ്വപ്നങ്ങളെക്കാൾ മനോഹരമായിരിക്കുന്നത് ഈ ജീവിതം. അപ്പോൾ ഈ കോട്ടിങ് പറയുവാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ അത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിലും കടന്നുകൂടുന്നതായ പല പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത്, അതിനെക്കുറിച്ച് പറയുമ്പോൾ മോറൽ കറപ്ഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നിന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മളത് നോക്കുമ്പോൾ ബൈബിളിക്കലായിട്ട് നോക്കിയാൽ മീഖായുടെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അതായത്, ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: "There is not an honest person left in the land. No one loyal to God. Everyone is waiting for a chance to commit murder. Everyone hunts down his fellow countryman. They are all experts at doing evil. Officials and judges ask for bribes. The influential man tells them what he wants, and so they scheme together. Even the best and the most honest of them are as worthless as weeds." ഇതാണ് അന്നത്തെ ആ ഒരു ചുറ്റുപാടിൽ ഇസ്രയേലിലുണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ അത് പറയുന്നത്. ഇസ്രയേൽ മാത്രമല്ല, ചുറ്റുപാടുമുണ്ടായിരുന്ന രാജ്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ മീഖ പ്രവചനത്തിൽ നിന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 7-ന്റെ 2ഉം 3ഉം വാക്യങ്ങൾ: "ഭക്തിമാൻ ഭൂമിയിൽ നിന്നും നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. അവരൊക്കെയും രക്തത്തിന് ആയി പതിയിരിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ സഹോദരനെ വല വെച്ച് പിടിപ്പാൻ നോക്കുന്നു. ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു, ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. മഹാൻ തൻ്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവർ പിരിമുറുക്കി ഇങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അതായത്, അവർ ജോയിൻ്റായിട്ടൊരു സ്കീം ഉണ്ടാക്കിയിട്ട് അത് പ്രകാരം അവരുടെ പ്ലാനുകളൊക്കെ സക്സസ് ആക്കുവാനായിട്ട് നോക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും എല്ലാം വരും. അതോടൊപ്പം നല്ല സമയം വരും, നല്ല കാര്യങ്ങൾ വരും, എല്ലാം ഉണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ശരിയായ രീതിയിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് പലർക്കും സംഭവിക്കുന്നതായ പ്രശ്നങ്ങളെക്കുറിച്ച് അതിലൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഈ 24-ാം തീയതി ഓഗസ്റ്റ് 2018 വന്ന ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു ന്യൂസാണിത്. അതായത്, സൗമ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അവർ കണ്ണൂർ സ്വദേശിനിയാണ്. അവരുടെ സ്വന്തം സ്ഥലം പിണറായി എന്ന് പറയുന്ന സ്ഥലമാണ്. അവരുടെ കാര്യം പത്രത്തിൽ വരാനുള്ളത്, അതായത് കണ്ണൂർ ജയിലിൻ്റെ കശുവണ്ടി തോട്ടത്തിൽ ഒരു മരത്തിൽ അവർ കഴുത്തിൽ സാരി ചുറ്റി തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് ന്യൂസ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ബന്ധുക്കളാർ ശവശരീരം കൈപ്പറ്റാനായിട്ട് വരാതിരുന്നത് കാരണം ജയിൽ അധികൃതർ തന്നെ മൃതശരീരം അനാഥജഡമെന്ന രീതിയിൽ സംസ്കരിച്ചു എന്ന്. അതുകൊണ്ടാണ് പേപ്പറിൽ ഇത് ന്യൂസ് കൃത്യമായ ഇത് വരുവാനുള്ള ഒരു പ്രത്യേകത. അതായത്, എങ്ങനെയാണ് അവർ ജയിലിലെത്തി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ക്രൂരകൃത്യം നടത്തി ജയിലിലായ സ്ത്രീയാണ് ഇവർ. കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി പലപ്പോഴായി സംശയം തോന്നാതെ മാതാപിതാക്കളെയും സ്വന്തം കുഞ്ഞിനെയും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയതാണ് കുറ്റകൃത്യം. അങ്ങനെ അവർ ജയിലിൽ ജീവിതവും കഷ്ടപ്പാടും അതുപോലെ തന്നെ അവർക്ക് തന്നെ സ്വയം മനസ്സിലായിട്ടുണ്ടാകും തൻ്റെ തെറ്റാണെന്നും എന്താണെന്നും. അങ്ങനെ ആയാലും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവരെന്തായി, ജഡസുഖങ്ങളിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൂരകൃത്യം നടത്തി
ജയിലിലകപ്പെട്ട ഒരു സ്ത്രീയാണിവർ. അപ്പോൾ അവർ അവസാനം അവർ ജയിൽ അധികൃതരോട് നിരന്തരമായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, എനിക്ക് തോട്ടത്തിൽ പണി തരണം, എനിക്ക് ജയിലിന് വെളിയിലുള്ള ജോലിയെടുക്കാൻ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിരന്തരമായിട്ടുള്ള അവരുടെ റിക്വസ്റ്റിൻ്റെ ഫലമായിട്ട് ജയിൽ അധികൃതർ അവർക്ക് തോട്ടത്തിൽ, കശുവണ്ടി തോട്ടത്തിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അവരെന്താ ചെയ്യുന്നത്, അവരുടെ സാരി സ്വന്തം കഴുത്തിൽ ചുറ്റിയിട്ട് മരത്തിൽ തൂങ്ങി മരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചെന്നാൽ, ജഡസുഖങ്ങളിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൂരകൃത്യം നടത്തിയാൽ പോലും നടത്തി അത്രയും ധൈര്യം കാണിച്ച ആ സ്ത്രീക്ക് എങ്കിലും അവർക്ക് ജീവിതത്തെ നേരിടാനായിട്ടുള്ള ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എന്തൊക്കെ എടുത്തു ചാടി പ്രവർത്തിച്ചാലും നമ്മളുടെ ജീവിതത്തിന് അതൊരു നേട്ടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ആ കുടുംബം തന്നെ നശിച്ചു. ആ സ്ത്രീയുടെ ശരീരം ഏറ്റുവാങ്ങാൻ പോലും ഒരു മനുഷ്യരും വന്നില്ല, സ്വന്തക്കാരും വന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അനാഥ ജഡമായിട്ട് പോലീസ് ജയിലിൽ അധികൃതർ തന്നെ അവരെ ജയിലിനകത്ത് അതിൻ്റെ ജയിലിനോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കാം അവരെ സംസ്കരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ മോറൽ കറപ്ഷൻ ഒന്ന്, അതുപോലെ നമ്മുടെ ക്യാരക്ടർ, അതിൽ വരുന്നതായുള്ള ചിന്തകളും അവരുടെ പ്രവർത്തനങ്ങളും അതിന് നമ്മൾ കീഴ്പ്പെട്ട് പോകുന്നതും അതൊക്കെയും നമ്മൾ നേരായ രീതിയിൽ ജീവിക്കാനല്ല, നേരായ മാർഗത്തിൽ നടക്കുവാനോ, എന്ത് കഷ്ടം വന്നാലും നമ്മൾ ജീവിതത്തെ ഫേസ് ചെയ്ത് അതിൽ ആ ജീവിതത്തെ സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു പോകുന്നത്. അനേകർ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ നമ്മൾ കാണാറുണ്ട്. തെരുവിൽ ജീവിച്ചാലും അവർ ഇങ്ങനെയുള്ള തെറ്റുകളിലൊന്നും പെടാതെ അവരുടെ മക്കളെ ഒക്കെയും സുരക്ഷിതരായി കൊണ്ടു നടന്ന് കൂലിവേലയെ പിടിച്ചെടുത്ത് എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. ഈ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അനേകർ കഷ്ടപ്പാടിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. എങ്കിൽ ഇങ്ങനെയുള്ള മോറൽ കറപ്ഷനിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞ്, അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാതിരിക്കട്ടെ, എല്ലാവരും നല്ല ക്യാരക്ടറും നല്ല സ്വഭാവമുള്ളവരും മാത്രമല്ല ഇങ്ങനെയുള്ള കറപ്ഷനിലുള്ള ഇതിലൊന്നും പെട്ടുപോകാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ സ്വയം നമ്മൾ പ്രാപ്തരാക്കണം. തന്നെയല്ല, നമ്മളെ തന്നെ നമ്മൾ അസസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിനൊരു വാല്യൂ കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും ഈ വീഡിയോ ചുരുക്കുകയാണ്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനൊരു കമൻ്റ് എഴുതാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുവാനോ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ടു ഓൾ.